ഹലോ ഹായ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രസകരമായ ഒരു വീഡിയോയുമായിട്ടാണ്. ഒരു കൗതുകത്തിന് വേണ്ടിയുള്ള വീഡിയോ ആണ്. നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ലേ അന്യഗ്രഹജീവികൾ അഥവാ ഏലിയനുകൾ ഭൂമിയിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കുമെന്ന്? ഇല്ലേ? ഞാൻ ആലോചിക്കാറുണ്ട്. അതുപോലെ ഏലിയൻസ് നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്നാൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? സംഗതി അല്പം ഫിക്ഷണൽ ആണെങ്കിലും അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ കേരളത്തിൽ നടക്കാൻ ഇടയുള്ള യഥാർത്ഥ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാവും അതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. എന്റെ പേര് അമീൻ ആഷ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ദിവസം കേരളത്തിലെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു പറക്കുംതളിക വന്നിറങ്ങി എന്ന് വിചാരിക്കുക. ജനങ്ങൾ ആകെ പരിഭ്രാന്തരാവാൻ തുടങ്ങും. ഇതുവരെ കാണാത്ത ഒരു ജീവിവർഗത്തെ കാണുമ്പോഴുള്ള കൗതുകവും അമ്പരപ്പും പാനിക് ആൻഡ് കൺഫ്യൂഷൻ എന്ന നിലയിൽ ജനങ്ങളെ മാറ്റും. കേരളത്തിലെ വാർത്താ ചാനലുകൾ മുഴുവൻ ലൈവ് ബ്രേക്കിംഗ് ന്യൂസുകൾ ഇടതടവില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കും. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും പോലീസും അർദ്ധസൈനിക സേനയും പിന്നെ DRDO, ISRO, NIA, തുടങ്ങി നിരവധി ഏജൻസികൾ സംഭവസ്ഥലത്തെ ഏറ്റെടുക്കും. അതിനുശേഷം യുണൈറ്റഡ് നാഷൻസ്, നാസ ഉൾപ്പെടെയുള്ളവർ ഇടപെടൽ തുടങ്ങും. സാമൂഹികവും സാംസ്കാരികവുമായ ഒട്ടേറെ മാറ്റങ്ങൾ ജനജീവിതത്തിൽ കടന്നുവരും. ആരാധനയും വിശ്വാസവ്യവസ്ഥകളും മാറും. ചിലർ ഇവരെ ദൈവീക ശക്തിയായും ദൈവദൂതന്മാരായും കാണും. കുട്ടികൾ, പ്രായമായവർ എന്നിവരിൽ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവാൻ ഇടയാകും. സ്കൂളുകൾ താൽക്കാലികമായി അടയ്ക്കും. സാമ്പത്തിക നിലയിൽ ഉലച്ചിലുകൾ സംഭവിക്കും. കൃഷി, പ്രാദേശിക വ്യവസായം, മറ്റു ഉൽപ്പാദന മേഖലകൾ സ്തംഭനാവസ്ഥയിലാകും. താൽക്കാലിക കർഫ്യൂ നിയന്ത്രണങ്ങൾ പൊതുജീവിതത്തെ സാരമായി ബാധിക്കും. ടൂറിസം മേഖലയെ ഈ സംഭവത്തിന്റെ നെഗറ്റീവ് പബ്ലിസിറ്റി മൂലം വിദേശ ടൂറിസ്റ്റുകൾ കുറയും. അതേസമയം ചിലർ ക്യൂരിയോസിറ്റി കൊണ്ടും വന്നെന്നിരിക്കും. ഏലിയൻ ടൂറിസം രൂപപ്പെടാം. കേന്ദ്ര സർക്കാരും ഐക്യരാഷ്ട്രസഭയും സംയുക്തമായി ഇടപെടുന്ന സ്പെഷ്യൽ സോണായി കേരളത്തെ പ്രഖ്യാപിക്കും. ഏലിയൻ ടെക് ക്യാപ്ചർ ചെയ്യാൻ മറ്റു രാജ്യങ്ങൾ കേരളത്തെ നോട്ടമിടും. നിയമപരമായ ചർച്ചകൾ നാലുപാടുനിന്നും ഉയരും. ഏലിയൻ സംരക്ഷണ സമിതി രൂപപ്പെടും. ഏലിയനുകൾക്ക് അവരുടേതായ അവകാശങ്ങളും അധികാരങ്ങളും വേണം എന്നും അത് നൽകാൻ പറ്റില്ലെന്നും പറഞ്ഞ് ജനങ്ങൾ ചേരി തിരിയാൻ തുടങ്ങും. ഏലിയൻ ടെക്നോളജി ഒരു സാധ്യതയായി കണ്ട് എനർജി, കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് കെയർ, ട്രാൻസ്പോർട്ടേഷൻ എന്നീ മേഖലകളിൽ നൂതനമായ ചുവടുവയ്പ്പുകൾക്ക് തുടക്കമിടും. കേരളം ഒരു ടെക് ഹബ്ബായി മാറും. ഒരുപക്ഷേ അവരിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉയർന്നാൽ സൈനിക സംവിധാനങ്ങൾ, സൈനിക ബന്ധങ്ങൾ, ഇന്റർനാഷണൽ കൊളാബറേഷൻ ഉണ്ടാവും. മറ്റു രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നമ്മുടെ ജീവനും സ്വത്തിനും കാവൽ നിൽക്കുന്ന മനോഹര കാഴ്ചകൾ നമ്മൾ കാണും. ഇവാക്യുവേഷൻ പ്ലാൻസ്, ഡിഫൻസ് പ്രോട്ടോകോൾ തുടങ്ങിയവ നടപ്പിലാകും. പൊതുജന ആരോഗ്യകാര്യത്തിൽ ആശങ്കകൾ പരക്കും. ബയോസെക്യൂരിറ്റി മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കപ്പെടും. ഏലിയനുകൾ ഭൂമിയിലെ ആളുകളുമായി സമ്പർക്കത്തിലേർപ്പെട്ടാൽ പുതിയ രോഗങ്ങൾ വരാൻ കാരണമാകും. ഇത് ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസിക്ക് കാരണമാകും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉൾപ്പെടെ ഇടപെടേണ്ടി വരും. തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരണേ. അപ്പോ മറ്റൊരു വിഷയവുമായി ഇനിയും വരാം.